എറണാകുളം നഗരത്തിൽ തൃക്കാക്കര കാക്കനാട് കളക്ടറേറ്റിന്റെ അടുത്ത് ഭാരത് മാതാ എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അത് കത്തോലിക്ക സഭയുടെ ഒരു കോളേജാണ്. അവിടെ ഭാരത് മാതാ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ RSSകാരനായിട്ടുള്ള ആർലേക്കർ ഗവർണറുടെ ആഫീസിൽ രാജ്ഭവനിൽ വെച്ച് ആരാധിച്ച ആ ചിത്രമല്ല. ഇനി ഭാരത റാണി എന്ന പേരിൽ പല പള്ളികളും കേരളത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട്. അവിടെയൊന്നും ക്രൈസ്തവർ ആരാധിക്കുന്ന ഭാരത റാണി ഭാരത മാതാ എന്ന് പറഞ്ഞാൽ ഈ ചിത്രമല്ല, യേശു ക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള കന്യാമറിയത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ രാജ്യത്തെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് ഭാരത് മാതാ എന്ന കൺസെപ്റ്റിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെന്റിന്റെ പൊതുപരിപാടിയിൽ കൊണ്ടുവന്ന് വെച്ച് നികുതി പണം ചെലവഴിച്ച് ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, അഖണ്ഡ ഭാരതം കൊണ്ടുവരണം എന്ന് കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്ന് ഉല്ലാസ് ബാബു പറഞ്ഞു. ഞാൻ അതിൽ പെടുന്നില്ല, എന്റെ പ്രസ്ഥാനവും അതിൽ പെടുന്നില്ല. കാരണം BJPക്കും RSSനും അത്തരത്തിൽ കൊതിക്കാം. ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അഖണ്ഡ ഭാരതം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടണമെന്നല്ല ആഗ്രഹം. ഈ രാജ്യം, ഇന്ത്യ മഹാരാജ്യം, ഭാരതം, നിലവിൽ ഈ രാജ്യത്തുള്ള 142 കോടിയിലധികം വരുന്ന മനുഷ്യർക്ക് പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, തൊഴിലില്ലായ്മയില്ലാതെ ജീവിക്കാൻ പറ്റണം. സകല ജാതി മതവിശ്വാസങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണം. സകല വേഷഭൂഷാദികളും ധരിച്ച്, സകല ഭാഷകളും സംസാരിച്ച്, സകല വിധത്തിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി നിലവിലുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം സംജാതമാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. RSSകാർ വെച്ച് ആരാധിക്കുന്ന ഈ ചിത്രം, ഇത് എല്ലാവരും ആരാധിക്കുന്ന ഭാരത് മാതാ ചിത്രമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ ആരാധിക്കുന്നില്ല. ഇപ്പൊ അല്പം മുമ്പ് സമ്പത്ത് സാർ കാണിച്ച നിരവധി ചിത്രങ്ങളുണ്ട്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഒത്തിരി ചിത്രങ്ങൾ കിട്ടും. എന്തായാലും 1905 RSS രൂപീകരിക്കുന്നതിന് 20 വർഷം മുമ്പ് അഭിനേന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ഈ RSSകാരായിട്ടുള്ള ഗവർണർ ആരാധിച്ച ചിത്രമല്ല. കയ്യിൽ നെൽക്കതിരും അല്ലെങ്കിൽ ഗോതമ്പ് കതിരും പുസ്തകവും അല്ലെങ്കിൽ ജപമാലയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിംബങ്ങൾ ഉപയോഗിച്ച് നിൽക്കുന്ന ആ ഭാരത് മാതാ ചിത്രമല്ലല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്. കാലാകാലങ്ങളിൽ RSSകാരുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ചിത്രം എടുത്തിട്ട് ഇത് ഭാരതത്തിന്റെ ബിംബമാണ്, സിംബലാണ്, ആരാധിച്ചോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിന്റെ ജിൻഡോ ജോൺ ഉൾക്കൊണ്ടില്ല എന്ന് പറയേണ്ട കേരളത്തിലെ രാഷ്ട്രീയമാണ്. ജിൻഡോ ജോണിന്റെ ഒക്കെ പൂർവിക കോൺഗ്രസ്സുകാരൊക്കെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ അതിന് കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുമുണ്ട്, അംഗീകരിച്ചിട്ടുമുണ്ട്. അതിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയുന്ന കാര്യവുമാണ്. നമ്മുടെ സിംഹപ്രതിമയും അശോക ചക്രവും മൂവർണ്ണ കൊടിയും ഒക്കെ ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സ്വീകരിക്കുകയും അതിനെ റെസ്പെക്ട് ചെയ്യേണ്ട കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ നിശ്ചയിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഇപ്പോൾ നിങ്ങളുടെ ഗവർണർ RSSകാരനായിട്ടുള്ള ആർലേക്കർ രാജ്ഭവനിൽ ആരാധിച്ച അത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും ഈ രാജ്യത്തിന്റെ മുഴുവൻ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒന്നുമല്ല എന്നുള്ളതിന്റെ സന്ദേശം കൂടിയാണ്.